Hey guys, welcome back to ASHtube. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ ടീ ആണ്. അതുപോലെ തന്നെ എൻഡിൽ അത് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്നും ഞാൻ പറയാൻ പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. വേൾഡിൽ തന്നെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ബീവറേജ് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഇത് ചൈനയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ലൈക്ക് പോളിഫീനോൾസ്, ആൻറ്റി ഓക്സിഡൻറ്റ്, കാറ്റക്കിൻസ്, അങ്ങനെ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഫ്രീ റാഡിക്കൽസ് പറഞ്ഞിട്ട് കുറേ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സെൽസിനെ ഡാമേജ് ചെയ്ത് നമുക്ക് പിന്നീട് ഏർലി ഏജിങ്ങും അതുപോലെ തന്നെ ക്യാൻസറുമായിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കോൺട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അത് ഈ ഗ്രീൻ ടീയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഓവർലോഡഡ് ആണെന്ന് തന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിഫീനോൾസ്. എല്ലാ ടീയിലും പോളിഫിനോൾസ് ഉണ്ട്, ബട്ട് ഗ്രീൻ ടീയിൽ അത് റിച്ചസ്റ്റ് ആണ്. 30% വരെ പോളിഫിനോൾസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാനും അപ്പോൾ തന്നെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് ഈ പോളിഫിനോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള വേറൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കാറ്റക്കിൻ എന്ന് പറയുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് കാറ്റക്കിൻ കോൾഡ് EGCG, അതായത് എപ്പിഗാലോ കാറ്റക്കിൻ ഗാലറ്റേ എന്നാണ്. ഇത് വന്നിട്ട് നമ്മുടെ സെൽ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുകയും അപ്പോൾ തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ടീൻ്റെ സെക്കൻഡ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മളെ കൂടുതൽ സ്മാർട്ടർ ആക്കുകയും ചെയ്യുന്നു. ഇതിലും കഫീൻ പ്രസൻറ്റ് ആണ്, പക്ഷേ കോഫിയിലുള്ള അത്ര കഫീൻ ഗ്രീൻ ടീയിലില്ല എന്ന് മാത്രം. പിന്നെ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് L-തിയാനിൻ എന്ന് പറയും. അതൊരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് കഫീനുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ടീൻ്റെ തേർഡ് ഹെൽത്ത് ബെനിഫിറ്റാണ് ഇത് ഫാറ്റ് ബേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിക് റേറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന വഴിയാണ് ഈ ഫാറ്റ് ബേണിങ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഉള്ള എല്ലാ ഫാറ്റ് ബേണിങ് സപ്ലിമെൻറ്റ്സിലും ഗ്രീൻ ടീ ഉണ്ടാവും. മാത്രമല്ല ഇത് നമ്മുടെ ബോഡിയിലുള്ള ഫിസിക്കൽ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് പേഴ്സൺസിനൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഫോർത്ത് ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ചില ടൈപ്പ് ക്യാൻസറുകളിന് മാത്രം അത് വരാനുള്ള സാധ്യതയെ ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളറക്ടൽ ക്യാൻസർ, ഇങ്ങനെയുള്ള ചില ടൈപ്പ് ഓഫ് എല്ലാ ക്യാൻസറൊന്നുമല്ല. അതുപോലെ തന്നെ വന്നാൽ അത് കുടിച്ചുകൊണ്ട് അത് പ്രിവെൻ്റ് ആവുന്നില്ല. വരുന്നതിന് മുന്നേ അത് വരാണ്ടിരിക്കാനുള്ള സാധ്യതയെ അത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ സ്റ്റഡീസ് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ ഡ്രിങ്കേഴ്സിൻ്റെ ഇടയിൽ ഈ ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിൻ്റെ വരാനുള്ള സാധ്യത പറയുന്നത് കുറവാണെന്നാണ്. ഫിഫ്ത്ത് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് ഏജിലേക്ക് കടക്കുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സാണ് അൾഷിമേഴ്സ് ആൻഡ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതയെ കുറയ്ക്കാനും ഈ നമ്മുടെ ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. ഗ്രീൻ ടീയിലുള്ള കാറ്റക്കിൻ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റാണ് അതിനായിട്ട് സഹായിക്കുന്നത്. ഈ ഗ്രീൻ ടീൻ്റെ സിക്സ്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗത്തിലുണ്ടാകുന്ന മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിൻ്റെയും റീസൺ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്നുള്ള ഒരു ബാക്ടീരിയാസാണ്. ഈ ബാക്ടീരിയാസിനെ ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള കാറ്റക്കിൻസ് വന്നിട്ട് ഡെസ്ട്രോയ് ചെയ്ത് നമ്മുടെ ഡെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മൗത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ഇൻഫെക്ഷൻസ് ആയാലും അപ്പോൾ ബാഡ് ബ്രെത്ത് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീൻ്റെ സെവൻത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യുന്ന വഴിയാണ് അത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഈ ഗ്രീൻ ടീ പെർഫെക്റ്റ് ഡ്രിങ്ക് ആയിരിക്കും. ഗ്രീൻ ടീൻ്റെ എയ്ത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓരോ അസുഖങ്ങളും വരാനുള്ള ചാൻസസ് ഇത് കുറയ്ക്കുന്ന മാതിരി കാർഡിയോവാസ്കുലർ ഡിസീസസും കുറയ്ക്കാനായിട്ട് ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ടോട്ടൽ കൊളസ്ട്രോളിനെ ആയാലും അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് ആയാലും അപ്പോൾ തന്നെ HDL ആയാലും ഇതിനെ എല്ലാത്തിനെയും കുറച്ച് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഗ്രീൻ ടീൻ്റെ നയൻത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽത്തിയർ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളൊരു ക്ലിയർ സ്കിൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഗ്രീൻ ടീ ഡെയിലി നിങ്ങൾ കഴിച്ചു വയ്ക്കുകയാണെങ്കിൽ 1 മന്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിൽ എല്ലാ പിമ്പിൾസ് ആണെങ്കിലും എല്ലാം മാറി നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ സഹായിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഗ്രീൻ ടീൻ്റെ 10th ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒബിസിറ്റിൻ്റെ റിസ്ക് ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ്, ഒരു സ്റ്റബേൺ ആയിട്ടുള്ള അബ്ഡോമിനൽ ഫാറ്റ് ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ഹെഡേക്കാണത്. അപ്പോൾ അതിനെ എഫക്റ്റീവ്ലി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്രീൻ ടീ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഗ്രീൻ ടീൻ്റെ 10 ഹെൽത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടൊന്ന് ഉണ്ടാക്കാൻ കൂടി നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ടീ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. സോ വൈ വെയിറ്റ്, ഗോ ആൻഡ് ഗ്രാബ് 1 cup of green tea.